26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. മലയാളികളുടെ പ്രിയപ്പെട്ട മത്തിക്ക് പുതിയ ഭീഷണി. സമുദ്രത്തിൽ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിക്കുന്ന എൽ നിനോ പ്രതിഭാസം ശക്തിപ്പെടുന്നതോടെ മത്സ്യലഭ്യത കുറയുമെന്ന കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നെയ്മത്തി പോലെയുള്ള ചെറു മത്സ്യങ്ങളെയാണ് കടലിൽ ഉയരുന്ന കടുത്ത ചൂട് ബാധിക്കുന്നത്. CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ജൂലൈ 10 നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ദിനത്തിൽ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ വർഷം മത്തി ലഭ്യത സമൃദ്ധമാണ്. എന്നാൽ ഇനി പ്രവചിക്കപ്പെടുന്ന ചൂട് സംഭവിച്ചാൽ 2027 ഈ വിഭവത്തെ ഇത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ എൽ നിനോയുടെ ചൂട് ശക്തിപ്പെടുമെന്നും അതിന്റെ ആഘാതം 2027 ഏപ്രിൽ മെയ് മാസത്തോടുകൂടി ഉത്തര ഇന്ത്യൻ സമുദ്ര മേഖലയിൽ അനുഭവപ്പെടുമെന്നുമാണ് നിലവിലെ മുന്നറിയിപ്പ്. ഈ കണക്കുകൂട്ടൽ അനുസരിച്ച് ചെറു മത്സ്യങ്ങളിൽ പ്രത്യേകിച്ച് നെയ്മത്തിയിലാണ് ഏറ്റവും അധികം ഇതിന്റെ ഫലം കൂടുതൽ പ്രകടമാകുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് മത്തി മുട്ടയിടുന്നത്. സമുദ്രോപരിതല താപനില ക്രമാതീതമായി ഉയർന്നാൽ മുട്ടകൾ ലാവയായി വിരിയുന്ന പ്രക്രിയ തടസ്സപ്പെടും. ചൂട് താങ്ങാൻ കഴിയാതെ മുട്ടകളും കുഞ്ഞുങ്ങളും നശിച്ചു പോവുകയും ചെയ്യും. ഇതിനൊപ്പം തന്നെ ആഴങ്ങളിൽ നിന്നും പോഷക സമ്പുഷ്ടമായ ജലം മുകളിലേക്ക് ഉയരുന്ന അപ്വെല്ലിംഗ് പ്രക്രിയ ദുർബലമാകുന്നതോടെ മത്തിയുടെ ഭക്ഷണമായ പ്ലവകങ്ങളും കുറയുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളത്തിലെ മത്തി ലഭ്യതയിൽ 57% ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുൻപ് 100 രൂപയിൽ താഴെയായിരുന്ന മത്തിയുടെ വില ഇന്ന് 500 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. 2025 മൊത്തം സമുദ്ര മത്സ്യ ഉൽപാദനം 35.7 ലക്ഷം ടണ്ണിലെത്തി. മുൻ വർഷത്തേക്കാൾ 3% വർധന. കർണാടകയിൽ ഇത് 44% വരെ ഉയർന്നു. എന്നാൽ ഈ വളർച്ച കടൽ ചൂടിനോട് സംവേദനക്ഷമത കുറഞ്ഞ ഇനങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും മത്തിയെ പോലുള്ള മത്സ്യങ്ങൾ ഇപ്പോഴും അപകടത്തിലാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലക്ഷദ്വീപ് പോലുള്ള ദ്വീപ് സമൂഹങ്ങളിലെ പവിഴപ്പുറ്റുകളുടെ നാശവും ചെമ്പല്ലി പോലുള്ള മത്സ്യങ്ങളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി എൽ നിനോ അഡ്വൈസറികൾ പുറത്തിറക്കാൻ നിലവിൽ തീരുമാനമായിട്ടുണ്ട്. മത്സ്യബന്ധനവും അക്വാകൾച്ചറും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇത് കൂടുതൽ സഹായിക്കും. ഇന്നത്തെ എൽ നിനോ നാളത്തെ മത്സ്യക്ഷാമമായി മാറാതിരിക്കാൻ മുൻകരുതലുകൾ ഏറെ അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.